വല്ലാത്ത തകർന്ന ഹൃദയവുമായിട്ടായിരിക്കുമല്ലേ ഈ റഹീം നാട്ടിലേക്ക് വരിക. 3 വർഷമായി റഹീം നാട്ടിൽ വരാൻ കഴിയാതെ അവിടെ കുടുങ്ങി നിൽക്കുകയാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് സാമ്പത്തിക പ്രശ്നത്തേക്കാൾ റഹീം അവിടെ നേരിട്ടത് അവിടുത്തെ ഈ സ്പോൺസറുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കമാണ് നാട്ടിൽ വരാതെ ഇരിക്കാനുള്ളൊരു കാരണം. ഇഖാമയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് ചെറിയ പ്രശ്നമുണ്ടാക്കിയിരുന്നു. നാട്ടിലോട്ട് വരാൻ കഴിയുന്നില്ല, അതായിരുന്നു പ്രശ്നം. നാട്ടിലോട്ട് പൈസയൊക്കെ അയച്ചു കൊടുക്കും. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ലോൺ തിരിച്ചടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം തുടങ്ങിയ സ്പെയർ പാർട്സ് കട അവിടെ തകർന്നു പോകുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് പിന്നീട് ദമാമിലേക്ക് വരുന്നത്. പക്ഷേ അവിടെ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടാണ് നിയമക്കുരുക്കിൽ നിന്ന് റഹീമിനെ മോചിപ്പിച്ചപ്പോൾ നാട്ടിലേക്ക് എത്തുന്നത്. വല്ലാത്ത തകർന്ന ഹൃദയവുമായിട്ടായിരിക്കും വരിക. ഒരുപക്ഷേ അഫാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു തിരിച്ചുവരവ് കുറച്ചുകൂടി നീണ്ടാലും സാധ്യമാകുമായിരുന്നു. നാട്ടിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി 2 മക്കളെയും ഭാര്യയും ഒക്കെ കാണാൻ വേണ്ടിയുള്ള വരവായിരുന്നു യഥാർത്ഥത്തിൽ ഒരു തകർന്ന ഹൃദയത്തോടു കൂടി ഇപ്പോഴുള്ള വരവായി മാറിയിരിക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു വരവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.